സമൂഹത്തിനു നൽകിയ സംഭാവനകൾക്ക് സംരംഭകനും ചലച്ചിത്ര നിർമ്മാതാവും നടനും എഴുത്തുകാരനും മെഡിമിക്സ് ബ്രാൻഡിന്റെ ചെയർമാനും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി ആത്മബന്ധം പുലർത്തുന്ന ഡോക്ടർ എ.വി. അനൂപിനെ യോഗിനിമാതാ സേവാ കേന്ദ്രം ആദരിച്ചു. യോഗിനിമാതാ ബാലികാ സദനത്തിലെ മക്കളുടെ ഈശ്വര പ്രാർത്ഥനയോടെ പുരസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. യോഗിനിമാതാ സേവാ കേന്ദ്രം പ്രസിഡന്റ് എ.പി. സദാനന്ദൻ അധ്യക്ഷനായി. സ്വാമി തേജസ്വരൂപാനന്ദ കപിലാശ്രമം തൃപ്രയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബ്രഹ്മശ്രീ കോരു ആശാൻ സ്മാരക വൈദിക സംഘം ആചാര്യൻ സി.ബി. പ്രകാശൻ തന്ത്രികൾ, സെക്രട്ടറി പി.ആർ. രവി, എൻ.ഡി. ധനേഷ്, സേതുമാധവൻ, ശോഭ സുബിൻ, സേവാ കേന്ദ്രം ജോയിന്റ് സെക്രട്ടറി എം.ഡി. സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് എ.വി. അനൂപിന് മംഗളപത്രവും പുരസ്കാര സമർപ്പണവും നടത്തി. തുടർന്ന് യോഗിനിമാതാ സേവാ കേന്ദ്രത്തിന്റെ മുൻ സെക്രട്ടറിയും നിലവിലെ വൈസ് പ്രസിഡന്റുമായ എൻ.എസ്. സജീവനെ ആദരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കർമ്മഭൂമി, അദ്ദേഹത്തിന്റെ കർമ്മഭാഗമായി, ജീവിതത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ലഭിച്ച ജീവിതത്തിന്റെ പങ്കാളിയും ചോലയിൽ കുടുംബത്തുമായിരുന്നു. ആ കുടുംബമാകട്ടെ ഞാൻ മുൻപ് പറഞ്ഞ ശ്രീ നാരായണ ഗുരു തൃപ്പാദങ്ങളുടെ മുദ്രകൾ പതിഞ്ഞ ഗുരുപാദങ്ങളെ ചികിത്സിക്കാൻ വരാനുള്ള കുടുംബമായിരുന്നു അതെന്ന് തോന്നുന്നു, ചോലയിൽ കുടുംബം. അപ്പം അങ്ങനെ ധാരാളം ബന്ധങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് അജ്ഞാതമാണെന്ന് തോന്നും. ഒന്ന് ചുഴിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം അടിസ്ഥാനപരമായി ചില കർമ്മങ്ങളുടെ ബന്ധനമാണ്, ചില കർമ്മങ്ങളുടെ ബന്ധമാണ്, വിശിഷ്ടമായ ബന്ധമാണ്, പവിത്രമായ ബന്ധമാണ്, കടമയാണ്, ചുമതലകളാണ് എന്നൊക്കെ നമുക്ക് ബോധ്യമാവും. അതുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ കർമ്മഭാഗം എന്ന നിലയ്ക്ക് തന്നെ ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് എന്തൊക്കെ മുന്നോട്ട് വെച്ചാലും